എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. ഒരു ഗ്രൂപ്പ് അവിടെ ഫോട്ടോ എടുക്കുന്നു, ഒരു ഗ്രൂപ്പ് അവിടെ സ്വത പറയുന്നു, ഒരു ഗ്രൂപ്പ് അവിടെ നടന്നു വന്ന് എന്നെ നോക്കുന്നു. നടന്നു വന്നിട്ടുണ്ട് നമ്മുടെ മോൻ ചേട്ടൻ. ഇത് ഒരു വലിയ പ്രോഗ്രാമായിട്ട് ചെയ്യാനായിരുന്നു ഞാനും സാബു പ്ലാൻ ചെയ്തിരുന്നത്. വലിയ പ്രോഗ്രാം വെച്ചാൽ ചിരി അരങ്ങ് എന്നുള്ള പേരിട്ടത് മാറിവാനസ് കോളേജിൽ പഠിച്ചിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അവിടെ സംഭവിച്ച രസകരമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ വിളിച്ചു വെച്ച ആർക്കും രസകരമായ കാര്യങ്ങളൊന്നുമില്ല, ആർക്കുമില്ല. എല്ലാവരും പറഞ്ഞു അവിടെ പഠിച്ചു, 7 വർഷം പഠിച്ചു, ശ്രീ ചേച്ചി ഒന്നും ഉണ്ടായില്ല. 5 വർഷം പഠിച്ചു, ഒന്നും ഉണ്ടായില്ല. ഈ അധ്യാപകരൊക്കെ ഓർമ്മയുണ്ടോ? ഓ, അവരൊക്കെ മരിച്ചു പോയില്ലേ. ഇങ്ങനെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഒരു 46 പേരെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, ഇവാനിസിലെ പഴയകാല ഓർമ്മകൾ പങ്കിടണം. ഈ വിളിച്ച തൊണ്ട പോയത് എൻ്റെ കാര്യം. എല്ലാവരും വിളിച്ച് സംസാരിക്കുക. ഓ, അവിടെ ചിരിക്കാനുള്ളൊന്നും ഉണ്ടായില്ല, ഒരു സംഭവം ഉണ്ടായില്ല. ഈ 46 പേർക്കും ഉണ്ടായില്ല. ഞാൻ 4 സഹോദരങ്ങൾ വിളിച്ചു. 4 സഹോദരങ്ങൾ, 4 മീൻസ് ഞങ്ങൾ 4 പേര്, എല്ലാവരും ഇവാനിസ് പഠിച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, നമുക്കവിടെ രസകരമായ ഒന്നും ഉണ്ടായില്ല. അപ്പം എന്താ എനിക്ക് മനസ്സിലാത്തത്, ആർക്കും രസകരമായ ഒന്നും ഉണ്ടായില്ല. പക്ഷെ പറയുന്നത് അവിടെ എൻ്റെ ജീവനായിരുന്നു, അവിടെ എൻ്റെ ആത്മാവ് അവിടെയാണ്, 5-ാം നമ്പർ റൂമിലാണ് എൻ്റെ ഹൃദയം ഇരിക്കുന്നത്, ഈ 26-ലാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് ഇരുന്നത് എന്നൊക്കെ പറയുന്നതല്ലാതെ ആർക്കും രസകരമായ സംഭവങ്ങളില്ല. ഈ മനുഷ്യനെ വിളിച്ച് ചോദിച്ചു, റോളണ്ടാണല്ലോ ആകെ ഈ ഗ്രൂപ്പിൽ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, ബാക്കി എല്ലാവരും സീരിയസ് ആണ്. റോളണ്ട് മാത്രമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരേ ഒരാളുടെ കണ്ടത്. അദ്ദേഹത്തിനും രസകരമായ കാര്യം, ഞാൻ എന്തെങ്കിലും രസകരമായ കാര്യമുണ്ടോ? ഉണ്ട്, എന്നെ അച്ഛൻ ചവിട്ടി പുറത്താക്കി, അതാണ് രസകരമായ കാര്യം. റോളണ്ടിനെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്താണ് പുള്ളിക്ക് ചിരിക്കുന്ന കാര്യം. അപ്പൊ ഞാൻ ആ ടൈറ്റിൽ മാറ്റാണെന്ന് സാവന്റ് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സംഭവം പറയാം, അവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം ഒരു കൈ പൊക്കിയാൽ നിങ്ങൾക്കും വന്ന് വിളിച്ചേരാം. ഞാനൊരു ചെറിയ സംഭവം പറയാം, അത് ചിരിക്കുമില്ലെന്ന് എനിക്കറിയില്ല. ഓണക്കൂർ സാർ വരും എന്ന് വിചാരിച്ച് ഞാൻ തയ്യാറാക്കിയ ഒരു സാധനമുണ്ട്, ജഗദീഷ് വരും എന്ന് വിചാരിച്ച് ഞാൻ തയ്യാറാക്കിയ സാധനമുണ്ട്, ഓരോ ആൾക്കാർ വരുമെന്ന് വിചാരിച്ച് ഞാൻ തയ്യാറാക്കിയ ചില സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറയാം. മാറിവാനസ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യത്തെ ഫിലിം ഡയറക്ടറാണ് ഞാൻ. അത് കഴിഞ്ഞിറങ്ങിയത് 128 പേരാണ്. അതാലോചിക്കുക. എനിക്ക് ശേഷം ഡയറക്ടറായ ആളുടെ പേര് ജഗതി ശ്രീകുമാർ എന്നാണ്. അത് കഴിഞ്ഞ് ഇപ്പം ഡയറക്ടർ എന്നുള്ള ഒരു വിലയില്ല. ഞാനൊക്കെ ഡയറക്ടറാകുന്ന സമയത്ത് ക്യാമറ വേണം, ലൈറ്റ് വേണം, ആർട്ടിസ്റ്റ് വേണം. ഇപ്പം ഒന്നും വേണ്ട. ഇപ്പം നമ്മുടെ ഒരു ഫോൺ എടുത്ത് വെച്ച് ആ സിനിമ എന്ന് പറഞ്ഞുണ്ടാക്കുന്ന യൂട്യൂബ് ഡയറക്ടേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ സിനിമ മുകേഷ്, ജഗദീഷ്, കരമന, ജനാർദ്ദൻ നായർ, പൂജപ്പൻ രവി, സിത്താര നായിക, കവിർപ്പന്നമ്മ, ശാന്ത, ഒരു 19 ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് 10-21 വയസ്സേ ഉള്ളൂ. എനിക്ക് മീശയില്ല. ജഗദീഷ് എന്നോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും ജീവിതത്തിൽ മീശ വരില്ല. ജഗദീഷിന് മീശയില്ല. ജഗദീഷ് ഇവാനിസ് പ്രൊഡക്റ്റാണ്. അപ്പം ഈ പറയുന്ന ഈ മുഴുവൻ ആൾക്കാരും പങ്കെടുത്തൊക്കെയായിരുന്നു പണ്ട് ഷൂട്ടിംഗ് നടന്നിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം വെറുതെയാണ് സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതല്ല ഞാൻ പറയാൻ വന്നത്. ഞാൻ പറയാൻ വരുന്നത് ചിരിക്കാനുള്ള കാര്യമല്ല എന്നാണ് ആദ്യമേ പറയാനുള്ളത്. ഒരു അഹങ്കാരത്തിൻ്റെ പ്രശ്നമാണ് ഈ പറയുന്നത്. ഇത് ഓണക്കൂർ സാർ വന്നാൽ പുള്ളിയുടെ മുമ്പ് വെച്ച് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾക്കറിയാലോ, ഓണക്കൂർ സാറിനെ അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? എനിക്ക് തോന്നുന്നു. അദ്ദേഹമാണ് എന്നെ മലയാളം പഠിപ്പിച്ച ഒരു അധ്യാപകരിലൊരാൾ.
ആ അപ്പൊ ഓണക്കുർ സാറിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നന്നായിട്ട് നിങ്ങൾക്ക് ഓണക്കുർ സാറിന് അറിയാം. പുള്ളി പഠിപ്പിക്കുന്ന പുസ്തകം ഇന്ന് വരെ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് വരെ പുള്ളി പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 24 26 റൂം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 26 and 24. അത് നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ടിരിക്കും. ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും പിറകിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട് ബാക്കിലിരിക്കും. ഓണക്കുർ സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. പക്ഷെ പുള്ളി ക്ലാസ്സിൽ പഠിക്കേണ്ട പുസ്തകം പഠിപ്പിച്ചതായിട്ട് ഇന്നുവരെ എൻ്റെ ഓർമ്മയിലില്ല. പുള്ളി വരും, ഞാൻ വഴിയിൽ വെച്ച് ഒരു സംഭവം കണ്ടു, പിന്നെ അത് ചൂട് പിടിച്ച് പുള്ളിയൊക്കെ പോകും. ലാസ്റ്റ് ബെല്ലടിക്കുമ്പോൾ പുള്ളി പറയും, അയ്യോ വയലോപ്പള്ളിയുടെ ശ്രീരേഖ പഠിപ്പിക്കാൻ വന്ന മറന്നുപോയി. ഞാൻ ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളാരും പുള്ളിയുടെ കാര്യങ്ങൾ വലുതായിട്ട് ഒന്നിട്ടുണ്ട്. നല്ല ക്ലാസ്സാണ്, നിറയെ ജനം, എല്ലാ സബ്ജക്റ്റിലുള്ള ആൾക്കാർ. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡിഗ്രി ക്ലാസ്സിൽ പറയുന്നത്. ഡിഗ്രിയിൽ എല്ലാ ക്ലാസ്സിലുള്ള മലയാളം സ്റ്റുഡൻസ് എല്ലാം ഇവിടെ വരും, ഈ ഓണക്കുർ സാറിൻ്റെ ക്ലാസ്സിൽ വരും. അങ്ങനെ ഒരു ക്ലാസ്. അന്നത്തെ സബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. 2ാം ലോക മഹായുദ്ധത്തെക്കാൾ ഭീകരമാണ് കൗരവ പാണ്ഡവ യുദ്ധം എന്നാണ് പുള്ളി പറയുന്നത്. 2ാം ലോക മഹായുദ്ധം ഒന്നുമല്ല, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് യുദ്ധം. ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു നമുക്കെല്ലാം കളിക്കാം. ഈ 0 വെട്ടിക്കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ടായിരുന്നു അന്ന്. ഇപ്പം ഇല്ല, ഇപ്പോൾ ആർക്കും ഇതില്ല, അറിയില്ല. അതിങ്ങനെ ഞങ്ങൾ വെട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക ബാക്കിൽ. അപ്പോൾ പുള്ളി പറയുക, എൻ്റെ ഇത് കേൾക്കുന്നവർ മാത്രം കേട്ടത്, എല്ലാത്തവർക്കും എല്ലാം പുറത്തു പോവാം, എന്നാലും ആരും പോകത്തില്ല. അദ്ദേഹം പറയാ, ഇത്രയും അക്ഷൗഹിണികൾ, ഇത്രയും കുതിരകൾ, ഇത്രയും മാനകൾ, ഇത്രയും ജനങ്ങൾ എല്ലാം മരിച്ചുപോയ ഒരു യുദ്ധം വേറെ ഉണ്ടായിട്ടില്ല. എന്നോട് എൻ്റെ അടുത്തിരിക്കുന്ന സുരേഷ് ചോദിച്ചു, ബൈജു ഇത് ഇങ്ങനെ പറയുന്നതൊക്കെ സത്യമാണോ? ഞാൻ പച്ചക്കള്ളം, മുഴുവൻ കള്ളം. അപ്പം വീണ്ടും ഞങ്ങൾ കളി തുടങ്ങി. സാറ് വീണ്ടും പറയുകയാണ്, ലോകത്തിലെ ഒരേ ഒരു യുദ്ധം മാത്രമേ ഉള്ളൂ ക്ഷത്രിയർ തമ്മിൽ യുദ്ധം ചെയ്തത്, അത് കൗരവപാണ്ഡ യുദ്ധമാണ്. രാമരാവണ യുദ്ധം അസുരനും ദേവനും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ ദ്രാവിഡനും ആര്യനും തമ്മിലുള്ള യുദ്ധം. ഇത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം. ക്ഷത്രിയ രക്തം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ഉള്ളതാണ്. ഇവിടെ ക്ഷത്രിയരും ഇല്ലെന്ന് വിചാരിക്കുന്നു. മറ്റേ വർമ്മ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹത്തോട് പറയുന്നത് ക്ഷത്രിയ രക്തം തിളയ്ക്കും. ഇതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഓണക്കുർ സാർ ഇങ്ങനെ നോക്കി, ഏറ്റവും പിറകിൽ ഇങ്ങനെ നോക്കണം. ഏറ്റവും പിറകിലായിട്ട് 2 ഇതൊന്നും ശ്രദ്ധിക്കാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇത് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറി വരും. ഞങ്ങൾ അറിയുന്നില്ല. കയറി വന്നു. ഒന്ന് വിളിച്ചു, ബൈജു സ്റ്റാൻഡ്, എഴുന്നേറ്റ്. വളരെ ചെറിയ കുട്ടിയാണ്, വളരെ ചെറിയ 10-17 വയസ്സേ ഉള്ളൂ. സുരേഷ് സ്റ്റാൻഡ്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ പുറത്തു പോവാം, അല്ലാതെ ഇവിടെ നിന്ന് കളിക്കാനല്ല വന്നത്. ഞാൻ പറഞ്ഞു, സാറ് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. സാറ് എന്താ വാസ്തവം? ഞാൻ പറഞ്ഞില്ല, എന്താ തെറ്റ്? ക്ലാസ് നിശബ്ദമായി. കാര്യം എല്ലാ കുട്ടികളും പുള്ളി പറയുന്നത് കേട്ട് വിശ്വസിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, സാറ് പച്ചക്കള്ളമല്ലേ പറയുന്നത്? സാറ് ഞാൻ കള്ളമെന്ന് പറഞ്ഞില്ലല്ലോ. സാറ് സത്യം പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അപ്പോൾ സാറ് ചോദിച്ചു, ഞാൻ എന്ത് കള്ളം പറഞ്ഞു? കുട്ടികൾ ചോദിച്ചു. കുട്ടികൾ പറഞ്ഞില്ല, സാറ് കള്ളമെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സാറേ ഈ ബാക്കി കുട്ടികളിരിക്കുന്ന കുട്ടികൾക്കൊന്നും വായനാശീലമില്ല. അതുപോലെ മാറിയൻ സ്കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബൈബിൾ മാത്രം അറിയുന്നവരാണ്, ബാക്കിയുള്ളതെല്ലാം മതവിരുദ്ധമാണ്. ഒരു മഹാഭാരതമൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഇപ്പോഴത്തെ സ്ഥിതി ഇതൊക്കെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ഈ 2 പേരും ക്ഷത്രിയരല്ല, കൗരവരും പാണ്ഡവരും ക്ഷത്രിയരല്ല. പിന്നെ എന്തിനാ സാറ് ക്ഷത്രിയ രക്തം പറയുന്നത്? അവർക്ക് എങ്ങനെ യുദ്ധത്തിൻ്റെ വീര്യം കിട്ടുന്നത്? സാറ് ചോദിച്ചു, ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അപ്പം സാറൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, സാർ നമ്മൾ പഴയ കാലത്തിലേക്ക് പോവാം.
പരാശര മഹർഷി മത്സ്യകന്യകയുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ കൊച്ചിലേക്ക് പോകാം. അവർ രണ്ടുപേരും ക്ഷത്രിയരല്ലല്ലോ. ഞാനിങ്ങനെ പറഞ്ഞ് വിചിത്ര വീര്യൻ ഞങ്ങൾ നിങ്ങളടുത്ത് പറയുന്നില്ല, കാരണം ആളില്ല, നിങ്ങൾക്ക് അറിയില്ല. വിചിത്രവീര്യന്റെയും ചിത്രഗുപ്തന്റെയും കാര്യം ഞാൻ പറയുന്നു. അവർ രണ്ടുപേരും മരിച്ചുപോയി. പകരം വന്ന ആൾ അംബികാലയിൽ ജനിപ്പിച്ച ആൾക്കാർ ധൃതരാഷ്ട്രവും പാണ്ഡവരും. സാർ, ഇതിൽ എവിടെയാണ് ക്ഷത്രിയ രക്തം? എവിടെയെങ്കിലും ഉണ്ടോ? ബെല്ലടിച്ചു. സാർ പറഞ്ഞു, മേലാൽ നീ ക്ലാസ്സിൽ കയറി പോയി, ഇനി മേലാൽ എന്ന് പറഞ്ഞ് സാർ ഇറങ്ങി പോവുകയാണ്. എനിക്ക് വളരെ ദേഷ്യം തോന്നി. കാര്യം നമ്മുടെ അധ്യാപകരെല്ലാം അവർ പറയുന്നതാണ് ശരി എന്ന് കരുതുന്ന ഒരു കാലഘട്ടം. എനിക്ക് ഗുരുത്വദോഷം സംഭവിച്ചു എന്ന് ഞാൻ കരുതി. സാർ എന്നെ ക്ലാസ്സിൽ കയറ്റിയിട്ടേ ഇല്ല. സാറിനെ പിന്നെ ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ കയറി പോയതുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മളിവിടെ നീനായപ്പനുണ്ടോ? നീനായപ്പൻ ഇല്ലല്ലോ, ആരുമില്ല. അതായത് പറഞ്ഞു, ഒരുപാട് പേര് വെച്ചുകൊണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം സെക്കൻഡ് DC വയലോപ്പള്ളിയുടെ ശ്രീരേഖയാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല ക്ലാസ്സിൽ. ഇതുവരെ ശ്രീരേഖ പുള്ളി വായിച്ചായിട്ട് എനിക്ക് അറിയത്തില്ല, കൂട്ടുകാർക്ക് അറിയത്തില്ല. ഒരു ദിവസം ഈ നീനായിപ്പൻ്റെ ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി, അജിത എന്നാണ് പേര്, പുള്ളിക്കാരി ഒരു കവിതാ മത്സരത്തിന് പേര് കൊണ്ടു കൊടുക്കുന്നു. വയലറ്റ് ഹൗസ് എന്ന് പറയുന്ന ഹൗസിലാണ് ഞാനുള്ളത്. അപ്പോൾ അതിൻ്റെ അധ്യാപകൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഒന്ന് ഹെൽപ്പ് ചെയ്യണം ബൈജു, ഈ പറയുന്ന കുട്ടികളുടെയൊക്കെ പേരൊക്കെ എഴുതി പേപ്പറൊക്കെ കൊടുത്ത് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സഹായിക്കണം. അവിടെ ചെന്നപ്പോൾ ഈ ഇരിക്കുന്ന ഒരു 10 പേര്, ഒരു 6 പെൺകുട്ടികളും 4 കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തോ ഈ ജനിച്ചപ്പോഴേ കുമാരനാശൻ്റെ മോളെ പോലെയോ അല്ലെങ്കിൽ വള്ളത്തോളിൻ്റെയോ ഉള്ളൂരിൻ്റെയൊക്കെ സംഭവമാണെന്നൊക്കെ രീതിയിലുള്ള ഇരിപ്പിരിക്കുക. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എനിക്കും എഴുതാമോ? ബൈജു 4 വർഷമായിട്ട് ഗാലിസ് പഠിക്കുക. ഈ 4 വർഷവും ബൈജു കവിത എഴുതിയിട്ടില്ല. 4 വർഷവും ഞാൻ എഴുതാനോ ഒരു മത്സരത്തിന് ചേർന്നിട്ടില്ല. അപ്പോൾ ആർക്കും അറിയത്തില്ലല്ലോ ഞാൻ എഴുതുമെന്നോ ഞാൻ എന്തെങ്കിലും അറിയാമെന്നോ ആർക്കും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പേപ്പർ തന്ന ഞാൻ എഴുതാം. അങ്ങനെ ഞാനൊരു കവിത എഴുതി. എന്തോ നിർഭാഗ്യത്തിൽ ആ കവിതയ്ക്കാണ് ഹൗസിൽ നിന്ന് കോളേജിലെ സെലക്ഷൻ. ഹൗസിൽ നിന്ന് കോളേജിലെ സെലക്ഷൻ കിട്ടി. കോളേജിൽ നിന്ന് എനിക്ക് വീണ്ടും സെലക്ഷൻ കിട്ടുന്നു. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ആളായി ഞാൻ മാറി. ഞാൻ ജീവിതത്തിൽ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് കിട്ടിയത്. വിമൻസ് കോളേജിലാണ് എൻ്റെ സെൻറ്റർ. വിമൻസ് കോളേജ്. ഞാൻ വിമൻസ് കോളേജിൽ പോയിട്ടില്ല അതിനു മുമ്പ്. അതെ, ഒരിക്കലും പോകാൻ പറ്റില്ല, നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ സെൻറ്റർ അവിടെ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ വളരെ സമയം താമസിച്ചാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ചെറിയ കുട്ടികൾ, അതായത് ഫസ്റ്റ് PDC വന്ന ഒരു 10-15 കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഈ കഥാ മത്സരം നടക്കുന്ന സ്ഥലം എവിടെയാണ്? അപ്പോൾ ആ കുട്ടികൾ ഈ വരുന്ന ആൺകുട്ടികളെ റാഗിയാൻ നിൽക്കുന്ന ഫോമിലാണ് നിൽക്കുന്നത് ഈ വിമൻസ് കോളേജിലെ പെൺകുട്ടികൾ. അവർ ഇടത്തോട്ട് പോകേണ്ട എന്നെ വലത്തോട്ട് പറഞ്ഞയച്ചു. ഞാൻ അതുവഴി കറങ്ങിയപ്പോൾ ഓൾറെഡി 10 മിനിറ്റ് ലേറ്റ്. ഈ 12 പെൺകുട്ടികൾ എന്നെ കറക്കി തിരിച്ച് ലാസ്റ്റ് ഞാൻ ലേറ്റായിട്ടാണ് ചെന്ന് കയറുന്നത്. ചെന്ന് അവിടെ കയറിയപ്പോൾ എല്ലാം താടിയൊക്കെ വളർത്തിയ നല്ല ബുദ്ധിജീവികളുള്ള ആണുങ്ങളും സാരിയൊക്കെ കൊടുത്ത്, നമ്മൾ ഇവേനസിലന്ന് സാരി കൊടുത്ത പെൺകുട്ടികൾ കുറവായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ആ സ്ഥലത്ത് ഞാൻ പോയി ചെന്ന് ഇരിക്കുമ്പോൾ അവരൊരു സബ്ജക്റ്റ് തരുന്നു. സബ്ജക്റ്റ് കേട്ട് വേണം എഴുതാനായിട്ടെന്നാൽ. അപ്പോൾ ഈ സബ്ജക്റ്റ് കേൾക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ തന്നെ അവർ 15 മിനിറ്റ് ആലോചിക്കാനുള്ള സമയം കൊടുത്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആലോചിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഞാൻ കളഞ്ഞിട്ട് പോകുന്നു. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ആ 12 പെൺകുട്ടികൾ വരണമാണ് എൻ്റെ ഭാര്യ ഇപ്പോൾ. അപ്പോൾ അത് ഓർമ്മിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ 12 കുട്ടികൾക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ നിയമം അനുശാസിക്കാത്തത് കൊണ്ട് ഞാനത് ചെയ്തില്ല. ഈ പറയുന്ന ഒരു ഇത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ, ഈ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പഠിച്ച സമയത്തുള്ള
ലേഡീസ് പെയിൻറ്റിങ് ഷെഡ് എവിടെയാണെന്ന് ഓർമ്മ. അപ്പോൾ അതുവഴിയാണ് ഒളിച്ചു പോകുന്നത് ഈ സാറിനെ കാണാതെ. അങ്ങനെ ഒളിച്ചു പോയപ്പോൾ എൻ്റെ പുറയിൽ ഉണക്കുർ സാർ തട്ടി. ഉണക്കുർ സാർ പറഞ്ഞു, ബൈജു ക്ലാസിക്കൽ. എന്നെ പുറത്താക്കിയ സാറ് എന്നെ വന്ന് വിളിച്ച് പറയുന്നത് ക്ലാസിക്കൽ. ശരി സാർ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് സുരേഷ്, അവനും ഹാപ്പി. ഞങ്ങൾ അല്ലെങ്കിൽ നേരെ ക്യാൻറ്റീനിൽ പോയി ചെന്നിരുന്നാണ് ഈ പൂജ്യപ്പെട്ടി കളിക്കുന്നത്. ക്യാൻറ്റീൻ അറിയാമല്ലോ, നല്ല പഴയ വട കിട്ടും, പഴയ വട, ഏത്തയ്ക്ക പഴംപൊരി കിട്ടും. അങ്ങനെ അവിടെ ക്ലാസ്സിൽ കയറി പഴയ സീറ്റിൽ 24-ൻ്റെ ഏറ്റവും ബാക്ക് സീറ്റിലെ ഏറ്റവും പിറകിലത്തെ സീറ്റിൽ ഞങ്ങൾ പോയിരുന്നു. പൂജ്യം ഇട്ടു തുടങ്ങി. സാറ് ഗദ്ഗതകണ്ഠനായി പറയുകയാണ്, വയലോപ്പള്ളിയുടെ ശ്രീരേഖ പഠിപ്പിക്കാനാണ് ഞാൻ ഇന്നും വന്നത്. പക്ഷേ എനിക്കൊരു കവിത പഠിപ്പിക്കാനാണ് ഇപ്പം തോന്നുന്നത്. കാരണം ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങിയില്ല. ഈ കവിത എന്നെ 2 ദിവസമായിട്ട് എന്നെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് പഠിപ്പിക്കട്ടെ ഇവിടെ. കാര്യം അത് എഴുതിയത് ഈ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ കളി തുടങ്ങി, ഞങ്ങൾ ഇത് കേൾക്കുന്നില്ല, കളി തുടങ്ങി. ഞാൻ കേൾക്കുമ്പോൾ നമ്മൾ പൂജ്യം വെട്ടി കളിച്ചു. ഈ റോളറിനെ പോലെ ഇരിക്കും എൻ്റെ സുഹൃത്ത് സുരേഷ്. അവൻ ഇവിടെ പറയാൻ പാടില്ലാത്ത ഭാഷ സംസാരിക്കുന്ന ഒരാളാണ്, സൂപ്പർവൈസറാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഒരാളുടെ കവിത പഠിപ്പിക്കുക, പുള്ളി ഒരു വിദ്യാർത്ഥിയുടെ കവിത പഠിപ്പിക്കുകയാണ്. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ഇനി അധികകാലം ഈ ഭൂവിൽ പ്രകൃതി തൻ മഞ്ഞും മഴയും കുളിർ കാറ്റുമേൽക്കാൻ ആ നഷ്ടവസന്തത്തിൻ സാക്ഷിയായി മുഖമായി വ്യഥ പൂണ്ട് നിൽപ്പു. പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി. ഞാൻ സുരേഷിനോട് പറഞ്ഞു, സുരേഷേ, ഇത് ഞാൻ എഴുതിയതാണ്. സുരേഷ് എന്നെ നോക്കിയിട്ടൊരു വലിയ ചീത്ത വിളിച്ചു, റോളണ്ട് വിളിക്കുന്ന ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു, നീ എഴുതാനാ? ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയുണ്ട്. നിനക്ക് എന്തോ മാനസിക പിടിപെട്ടിരുന്നു, വെട്ടിക്കളി. ഞാൻ പറഞ്ഞു, എൻ്റെ തോന്നലില്ല, ഞാൻ എഴുതിയതാണ്, ഇതാരും മോഷ്ടിച്ചതാണ്. ഞാൻ പുള്ളി പറഞ്ഞു, നീ ശ്രദ്ധിക്കാതെ കള, പലരൊക്കെ ഒരുപോലെ എഴുതുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. സാറിതിൻ്റെ അർത്ഥം പറയുകയാണ്. ഞാൻ കണ്ടതിൽ 100 മടങ്ങ് അർത്ഥമാണ് സാറ് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ അല്ല. കാരണം പുള്ളി പറയുന്ന അർത്ഥം എന്ന് വെച്ചാൽ ഇല കൊഴിഞ്ഞ മരം എന്നായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൽ പെട്ടെന്ന് എഴുതിക്കൊണ്ടായിരിക്കാം, എനിക്കത്ര ഓർമ്മ ഒന്നുമില്ല. പക്ഷെ പുള്ളി ഓരോ വരിയായിട്ട് അങ്ങ് വിശകലനം ചെയ്യുകയാണ്. ആ വരികൾ അദ്ദേഹം പറയുമ്പോഴെല്ലാം ഞാൻ എന്നോട് പറയുന്നത്, ഇത് ഞാൻ എഴുതിയതാണ്. ഞാൻ അണ്ണാന്ന് വിളി ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കുന്നത്, അതാണ് ഈ ദേഷ്യം. അതെ. അപ്പം ഞാൻ എഴുതിയ വരികൾ ഇങ്ങനെ പുള്ളി പഠിപ്പിക്കുകയാണ്. ഇപ്പോഴീ മരച്ചോട്ടിലെത്തിയ പൈതലിനെ അമ്മ ശാസിച്ചു ക്രൂരമായി, എന്തിനു നീ ആ മരത്തിന് ചോട്ടിൽ പോയി, പട്ടുപോയതിന് ചില തലയിൽ വീഴും. ആ വരികളൊക്കെ എത്തിയ പുള്ളി പറയുകയാണ്, നമ്മളിനി എന്തൊക്കെ ഉണ്ടാക്കിയാലും, എന്തൊക്കെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചാലും, എന്തൊക്കെ നമ്മൾ നേടിയാലും, നമ്മൾ വയസ്സാകുമ്പോൾ നമുക്കൊരു ക്ഷീണം സംഭവിക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് വരരുത് എന്ന് മാതാപിതാക്കൾ ഉപദേശിക്കും, അല്ലെങ്കിൽ അയൽവക്കാർ ഉപദേശിക്കും. ഇതിങ്ങനെ പുള്ളി പറയുന്നതെല്ലാം മനുഷ്യൻ്റെ പ്രശ്നം. ഞാൻ എഴുതിയത് മരത്തിനെ കുറിച്ചാണ്, പുള്ളി പറയുന്നത് മുഴുവൻ മനുഷ്യനെ കുറിച്ചാണ്. അപ്പോൾ ഈ നമ്മൾ വ്യാഖ്യാനം എന്ന് പറയുന്ന സാധനം എനിക്ക് പുള്ളിയുടെ അർത്ഥങ്ങളൊന്നും പിടികിട്ടുന്നില്ല. പുള്ളി പറയുക, ഈ കവിത മുഴുവൻ മാഗസിനിലുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ
പെട്ടെന്ന് നിർത്താൻ വേണ്ടി ഞാൻ പറയുക, ഇതൊന്നുമല്ല, അവസാനത്തെ 4 വരി ആണ് ഇതിന് അവാർഡ് നേടി തന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്തത്. ഞങ്ങൾ സെലക്ട് ചെയ്തത് ആ വരികളിങ്ങനെയാണ്: വേദന പൂണ്ടയാഹത്തിനെ ശാന്തമായി സ്നേഹമായി അനിലൻ തഴുകിയപ്പോൾ അന്ത്യമായി നിലകൊണ്ട പഴുത്ത 2 ഇല കണ്ണീര് പോലെ അടർന്നു വീണു എന്നാണ് അവസാനത്തെ വരികൾ. ആ അവസാനമായിട്ട് നിൽക്കുന്ന മരത്തിൽ നിൽക്കുന്ന 2 ഇലകൾ കണ്ണീരിനോട് ഉപമിച്ച ആ കവി എന്നൊക്കെ എന്നെ വിളിക്കുന്നത്, കവി എന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ എനിക്ക് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, പുള്ളി കണ്ണിൽ കൂടെ കണ്ണിന് വരുന്നത് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെല്ലാം, പെൺകുട്ടികൾ, ആൺകുട്ടികളാരും കരുതില്ല, പെൺകുട്ടികളെല്ലാം കണ്ണിൽ കൂടെ പുള്ളിയുടെ ഇത് കേട്ടിട്ട്, എൻ്റെ കവിത വായിച്ചാൽ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, പക്ഷെ പുള്ളി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കരയുകയാണെല്ലാവരും നിന്ന്. പുള്ളി ബൈജു എണീക്കും എന്ന് പറയുമ്പോൾ പുള്ളി കരയാം, ബൈജു എഴുന്നേക്കും. ഞാൻ എഴുന്നേറ്റു. ബൈജു എഴുതിയ കവിതയാണിത്. സത്യം പറഞ്ഞാൽ ഈ അധ്യാപകനെയാണല്ലോ ഞാൻ മോശമായിട്ട് പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട് വർഷങ്ങൾ 40 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇവിടെ വെച്ച് അദ്ദേഹം വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്തൊട്ട് തൊഴുകുമായിരുന്നു. കാരണം പുള്ളി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കൗരവരും പാണ്ഡവരും ക്ഷത്രിയരാണ് എന്ന് മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്തു എനിക്ക്. കാരണം ഒരാൾ ഒരു വരിയിൽ നിന്ന് 100 അർത്ഥങ്ങൾ ഉണ്ടാക്കിയാൽ പോലും വീണ്ടും അർത്ഥങ്ങൾ ബാക്കി കിടക്കും. അപ്പോൾ അധ്യാപകനായ ഉണക്കൂർ സാർ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞതല്ല ശരിയെന്ന് മനസ്സിലാക്കാൻ കാലങ്ങളെടുത്തു. കാരണം എൻ്റെ കവിതയിൽ ഇത്രയും അർത്ഥങ്ങൾ, ഞാൻ കാണാത്ത അർത്ഥങ്ങൾ കണ്ട ഒരു വലിയ മനുഷ്യനാണ് ഉണക്കൂർ സാർ. അദ്ദേഹത്തിന് മുന്നിൽ ഞാനെന്ന് പറയുന്നത് ഒരു തരിമ്പ് പോലുമില്ല. അദ്ദേഹത്തിന് ഞാൻ പിന്നെ ഒരു കാണുന്നത് അമരം എന്ന് പറയുന്ന സിനിമ, അമരം സിനിമ പുള്ളിയുടെ എൻ്റെ നീലാകാശം എന്ന് പറയുന്നൊരു കഥ നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കഥയാണ് ലോഹിതദാസ് മോഷ്ടിച്ച് തനിയാവർത്തനം എന്ന പേര് ചെയ്തത്. അപ്പോൾ തനിയാവർത്തനം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ കണ്ടവർക്കറിയാം, അത് ലോഹിതദാസ് എഴുതിയതാണ്. പക്ഷെ ഞാൻ ഉണക്ക സാറേ ഒരു കേസ് കൊടുക്കട്ടെ, നമുക്ക് ഒരു കേസ് കൊടുത്തിട്ട് നമുക്ക് പൈസ വാങ്ങിക്കാം. അപ്പോൾ സാറ് പറഞ്ഞത് അറിയുന്നവരെ അറിഞ്ഞാൽ മതി, എൻ്റെ കഥ അതെൻ്റെ കഥ, അയാൾ എഴുതിയത് അയാളുടെ കഥ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയ ഉണക്കൂർ സാറിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സിനിമയിൽ സാറിന് എന്തൊക്കെയോ ആവാമായിരുന്നു. പക്ഷേ ഒരു സിനിമയോടുകൂടി 1 2 എനിക്കത് 2 തോന്നിയില്ല. ഒരു സിനിമയോടുകൂടി പുള്ളിയുടെ തിരക്കഥാരചന പുള്ളി നിർത്തി. എന്തായാലും ഞാൻ ഉണക്കൂർ സാറിവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തെ വണങ്ങുന്നു. ഇതൊരു ചിരിയാണെങ്കിൽ ഒരു അനുഭവക്കുറിപ്പ് മാത്രമാണ്. അടുത്ത് നമ്മുടെ റോളുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഞാൻ വന്ന് കറങ്ങിയെന്ന് പറഞ്ഞ വേറൊന്നുമല്ല, ഇവിടെ ആരപ്പുണ്ടാവില്ല. സന്തോഷം. നമ്മുടെ മാനേജ് കോളേജിന്റെ സന്തോഷമായിട്ട് എന്തൊരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കലാകാരന്മാരാണ് എനിക്കറിയാം. ഓക്കെ, നിർത്തുന്നു. നമസ്കാരം എല്ലാവർക്കും.